കുട്ടപ്പ എഴുന്നേക്കണ മണിയൊമ്പത്. എടാ എഴുന്നേക്കാൻ. എടാ മോക്കാന്. ഓ എന്താ പള്ളി പോകാനുള്ളതല്ലേ? അതിനുമുമ്പ് കുളി ഉണ്ടോന്നാ ചോദിച്ചത്. അതാണ് അങ്ങനെ ചോദിച്ചത്? അതല്ലേ പതിവ്. അതെ, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലല്ലേ? വകുപ്പ് പഠിക്കാതെ ചെല്ലടാ. കുർബാന സമയത്ത് പള്ളി ചെന്നല്ലേ പിന്നെ? പള്ളിയിലല്ലാതെ പിന്നെ പട്ടശാപ്പി കുർബാന ഇല്ലല്ലോ. അവിടെ നല്ലടാ. എന്തുവാടാ പെറുപിറുക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറയാനുണ്ടെ ഉറക്കെ പറയണം. ഈ ഞൊടിച്ചിൽ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്ന് പറഞ്ഞിരിക്കുന്നേ ഓടാ. ചേടാ നിക്കാൻ പറഞ്ഞിട്ടില്ലേ നിന്നത്? ഇത് വലിയ കോടാലിയായില്ല. ഓനിക്ക് കള്ളു നോക്കണമെങ്കിലേ ഇച്ചിരി സമയം പിടിക്കും. നിനക്ക് അറിയാൻ മേലാത്തോണ്ടാ. ഓ ഇതെല്ലാരും പറയുന്നതാ. വേണ്ടാവേ, നീ വെറ്റിനുണ്ടോ? ഇനി ഒരു ഫുള്ള് പിടിപ്പിച്ചേച്ച് ജോണി സ്റ്റേഡിയായിട്ട് ഇതാ ഇവിടെ നിൽക്കും. ശരി ഇല്ലേലോ? നീ പറയുന്ന പണി ഞാൻ ചെയ്യും. നീ എന്താ പറ. 5 ഫുള്ള് ജോണി വാക്കർ കേട്ടോ? കേറ്റു. ഒരു ഫുള്ള് ജോണി ഞെടാ. കുപ്പി 5 ഇങ്ങോട്ട് വെക്കേ തരാം. ഇവിടെ ഇപ്പൊ വെക്കണം. അല്ല ജോണി ഇത് ഇത്ര അങ്ങ് സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ തന്നെ ഒന്ന് ഗീറ് കയറ്റാൻ വേണ്ടി തമാശ പറഞ്ഞതല്ലേ. അല്ല കുപ്പി എത്ര വേണേലും ഞാൻ വാങ്ങിച്ചു തരാം. വേണേ വാങ്ങിച്ചു തരാമെന്നോ? അങ്ങനെ നിന്റെ ഓക്കാരെ എനിക്ക് വേണ്ടോ? ഞാൻ എന്റെ തനിക്കുണം കാണിച്ചു. വെറ്റി കെട്ടി അതിന്റെ അന്തസ് കാണിക്കണ്ടേ അച്ചോ? മോനെ ജോലിക്ക, ഇത് പോലീസ് സ്റ്റേഷനല്ല, കുമ്പസാരക്കൂടാണ്. നീ ഏത് വഴിയെ പോയാലും ഒരു തള്ള വെക്കാം. എന്നിട്ട് അതെല്ലാം ഒരു കടലാസ് കൊണ്ടേ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഞാൻ കാലം കുറയാലോ കേൾക്കണം. അതെന്നെ അച്ഛനൊരുമാതിരി അങ്ങനെ പറയുന്നേ? കാര്യമില്ലാതെ ഞാൻ എന്നാ വഴക്കുണ്ടാക്കിയെന്നാ? അല്ല ഞാൻ പറയുന്ന അച്ഛനൊന്നും പറയണ്ട. തെറ്റുപറ്റാത്ത മനുഷ്യരാരാ? പശ്ചാത്തപിച്ച കർത്താവ് കൊടുക്കുന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ? ശരി നീ പറ, നീ തന്നെ പറ. എനിക്കൊന്നും പറയാൻ. ജോണി, നിന്റെ അനിയച്ചാരുടെ വിവരെന്തോ? അവന്റെ പഠിത്തമൊന്നും കഴിഞ്ഞില്ലേ? അതെങ്ങനെ അച്ചോ? അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. നീ അവന്റെ കാര്യം വല്ലതും തിരക്കുന്നുണ്ടോ? ബാംഗ്ലൂർ ആ സ്ഥലം കുഴപ്പം പറ്റിയിടമാ. അങ്ങനെയൊന്നും ഇല്ലച്ചോ. അവൻ എന്നെക്കാളും എടുക്കനാ. കാര്യവിവരമുള്ളവനാ. ഞാൻ പോട്ടെ. എങ്ങനെയാ വീട്ടിലേക്കാണോ അതോ സൗകര്യമുള്ളിടത്തോട്ട്? കേറണേ കേറ്. വഴി ഇറക്കി വിട്ടേക്കാം. കള്ളടിച്ച് 4 വരെ വന്ന വാതിൽ ഞാൻ തുറക്കത്തില്ല. ഓടാറും കുട്ടപ്പായി, മേടയിൽ ഇച്ചിരി പണിയുണ്ട്. അത് അച്ഛൻ തന്നെ പണിഞ്ഞാ മതി. പിശാചിന് പറഞ്ഞതാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇതേ ഇത് എവിടെ പോയി കിടക്ക? എടാ കുട്ടപ്പായേ, എടാ ഗേറ്റ് തുറക്കണം മാക്കാരെ. എടാ ഞാൻ ഇടിച്ചു കൊടുക്കണം. എടാ തുറക്കാൻ. എവിടെയായിരുന്നു? പുതുപ്പള്ളി വരെ പോയി നിനക്കൊരു പെണ്ണന്വേഷിക്കാൻ. എന്താ? പെണ്ണും പെടക്കൊഴിയൊന്നും എനിക്കല്ല ആവശ്യം. ഞാനൊരു കാര്യം പറയാം. നീ ഒരു പുല്ലും പറയണ്ട. പോയി എടുത്ത് വെക്ക്. ഞാൻ കളഞ്ഞിട്ട് പാട്ടിന് പോകും. പാതിരാത്രി വരെയുള്ള ഇരിപ്പേ അത് എനിക്കൊക്കെ അല്ല. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്ക് കിടക്കാൻ മേലായിരുന്നു. ഇതിച്ചിരി കൂടുതലാ. ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോകും. കഴിഞ്ഞ പെരുന്നാളിനാ പോകാനെത്തില്ല. വരുന്നത് മാതാവിന്റെ പള്ളിയിൽ നേർച്ചയാ. അതിനെങ്കിലും എനിക്ക് അവിടെ എത്തണം. നീ പോടാ. നിന്നാരേലും കെട്ടിയിട്ടോ? എങ്ങോട്ട് പോകുന്ന? എനിക്കും ഉണ്ട് അവിടെ ഇച്ചിരി മണ്ണ്. അതി കളച്ച പറിച്ചാ കഴിയാലോ. ഏതായാലും ഇങ്ങനെ പോട്ടാവേ. നേരം കുറെ ആയില്ലേ? നമുക്ക് വെളുപ്പിന് വിട്ടേക്കാം. എടാ മാക്കാരെ നിന്നോട് എടുത്ത് വെക്കാനാ പറഞ്ഞത്. അകത്തോടെ നോക്ക്, നാശപ്പുറത്ത് ഇരിപ്പുണ്ട്.
അവിടെ എന്നാ ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലാകാത്തത്. കേംബ്രിഡ്ജ് എക്സാമിന് പഠിക്കല്ലേ? ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല, പിന്നെ അനിയനാ പുല്ലാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഹലോ, ഓ വേണ്ട, ഒരുത്തനും വരണ്ട. അല്ലേലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എന്നാടാ ഒളിഞ്ഞു നോക്കുന്നത്? എടാ നിന്നോടാന്ന് ഇവിടെ തന്നെ വല്ലവരും ഓ, ഇനി ഇങ്ങനെയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവിടെ തുപ്പി വൃത്തിയേടാക്കല്ലേ? ഇവിടെ അല്ലാതെ പിന്നെ നിന്റെ തലയിലാണോ തുപ്പേണ്ടത്? ജോണി എവിടെ? അകത്തുണ്ട്. വിളിക്ക്. ഇപ്പൊ പറ്റത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അച്ഛോ, ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പാലിന്റെ കാശ് തന്നിട്ട് മാസം 2 ഇങ്ങ് എടുത്തോട്ടെ, എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അത് ഞാനും ജോണിയും തമ്മിൽ കൈകാര്യം ചെയ്തതാ. അച്ഛൻ ഭയങ്കര ഓസാണല്ലോ അച്ഛോ. എടാ പിശാചിന് പറഞ്ഞവനെ, നിന്റെ നാക്കിന് എല്ലില്ലേ? ഒരു അച്ഛനോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നീ ജോണിയെ വിളി. എന്റെ അമ്മോ, ഞാനില്ല. ആകെ കലിയുണ്ട് നിൽക്കുക, ഞാൻ എടുക്കത്തില്ല. എന്താ വെള്ളാണോ? ആണെങ്കി സമാധാനം ഉണ്ടായിരുന്നു. ഇത് പച്ചയ്ക്കാ. സാരമില്ല, ഇച്ചിരി ദൂരെ മാറി നിന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറ. ചെല്ലട കുട്ടപ്പായി. ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. എപ്പോഴും ശുചീകരിക്കട്ടെ. എന്ത് പറ്റി? ഓ ഒന്നുമില്ല അച്ഛൻ. അച്ഛൻ തന്നെ പതിവില്ല. 1-2 കാര്യങ്ങളുണ്ട്. നിന്റെ അനിയൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കറക്കിയിട്ട് കിട്ടാനിട്ടാ അവൻ അങ്ങോട്ട് വിളിച്ചത്. അവനും അവന്റെ 4-5 കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേടാ, ഞാൻ അവനെ എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നു. ഇതിപ്പോ എപ്പോ എത്തുന്ന? ഇന്നെ എടാ കുട്ടപ്പായെ, അവര് 4-5 പേരുണ്ടെന്ന്. പലതും വെച്ചുണ്ടാക്കണ്ടേ? ജോണി, ഞാൻ മുന്നച്ചോ ഇപ്പൊ എന്നോട് ഒന്നും പറയണ്ട. എന്റെ തലയിലോട്ടൊന്നും കയറത്തില്ല. അച്ഛൻ മേടയിലോട്ടില്ല, ഞാൻ പുറകെ വന്നേക്കാം. എടാ, ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യും? അയ്യോ, വന്നേ. ഇനി വരുന്ന കോളില്ല. പിന്നെന്ത് പുല്ലാ വിളിച്ചു പറഞ്ഞ് കൊതിപ്പിച്ചത്? പഠിക്കുന്ന പിള്ളേരല്ലേ, സാറന്മാര് ചിലപ്പം വിട്ടു കാണത്തില്ല. അവന്റെ ഒരു കോപ്പിലെ പഠിപ്പ്. അവനിനി IAS പഠിക്കുമ്പോഴും അവൻ എനിക്ക് കൊച്ചാ. നിനക്കറിയോടാ കുട്ടപ്പായി, പപ്പായും മമ്മായും കാറപകടത്തിൽ മരിക്കുമ്പോ എനിക്ക് വയസ്സ് 16. അവൻ 2 വയസ്സുള്ള കുഞ്ഞാ. മരണമെന്ന് വെച്ചാ എന്തുവാന്നറിയാത്ത പ്രായം. അവനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ അവൻ ഒരു പിടിയുമില്ല. പിന്നെ അറിയിച്ചിട്ടില്ല ഒരു ദുഃഖവും ഒരു പ്രയാസവും. അവന് ഞാൻ പപ്പായും മമ്മായുവാ. ചേട്ടനാ, അടുത്ത ഫ്രണ്ടാ. അല്ലേടാ? അല്ല, അതിനിപ്പോ എന്നാ പറ്റി? ഗോപിച്ചായൻ പറഞ്ഞു അല്ലാന്ന്. ഇല്ലടാ, അല്ലാന്ന് അവൻ പറയത്തില്ല. അവൻ എന്റെ ചെറുക്കനല്ലേ. കണ്ണടയം വരെ എനിക്ക് തുണ അവനല്ലേ. എന്റെ വല്യപ്പച്ചനെ നിനക്കറിയാവോ? ഈ മണ്ണിന്റെ ഉടമ. അകത്ത് പടം കണ്ടിട്ടുണ്ട്. എന്നെ കൃഷിക്കാരനാക്കിയത് വല്യപ്പച്ചനാ. ഹി വാസ് ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. മരിക്കുന്നതിന് 1 വർഷം മുമ്പ് വല്യപ്പച്ചന്റെ കാഴ്ച പോയി. അതുവരെ മരണത്തെ പേടിച്ചിരുന്ന അങ്ങേർക്ക് പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാ മതിയെന്ന. തനിച്ചിരുന്ന് കരയുന്ന അങ്ങേരെ കാണുമ്പോ എന്റെ ഇവിടെ ഒരു ഭാരം കൂടുക. അതൊക്കെ ഓർക്കുമ്പോ ഇനിയും കാക്കുന്നില്ലേ? ഇനി പോയി പണി നോക്കാൻ പറ. ഇനി വന്നാൽ തന്നെ എന്നെ ഉണത്താനൊന്നും നിൽക്കരുത്. എനിക്ക് കാണണ്ട. എന്നാ അച്ഛൻ വല്ലതും കഴിച്ചേച്ചോടാ. എനിക്ക് കേട്ടാനല്ലോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടപ്പായി, അച്ഛനവിടെ കിടന്നോ? ഗോപിച്ചോ, ശരിയായ നടപടിയല്ല കേട്ടോ. എന്താ? വന്നേ. കണ്ടല്ലേ, നിങ്ങൾ വരുന്നു കേട്ടപ്പോ തൊട്ട് തറയെ നിൽക്കാതെ അച്ഛൻ പണി തുടങ്ങിയതാ. കാത്തിരുന്ന് മടുത്തപ്പോ ഏതാണ്ടെല്ലാം പറഞ്ഞിട്ട് പോയി കിടന്നു. ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല. കഷ്ടായി പോലെ ബോബി, നമുക്ക് വിളിച്ചോട്ടെ, സോറി പറയാം. ജോണിച്ചേ, ജോണിച്ചേ, എഴുന്നേക്കുന്നേ. ഓടാ, എനിക്കൊന്നും കാണണ്ട. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി, അത് സത്യമാണ്. ഒന്ന് ക്ഷമിക്കുന്നേ. ജോണിച്ചായ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കുന്നേ? ബോബി, നീ സൂചിപ്പിക്കാതെ പോകുന്നുണ്ടോ? അച്ചായന് വേണ്ടി എന്റെ ഫ്രണ്ട്സ് വാങ്ങിച്ചുകൊണ്ടെന്ന് എന്താന്ന് നോക്ക്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തറയിൽ ഒഴിക്കും. ജോണി വാക്കർ ബ്ലാക്ക് ലേബലാ.
പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്നാ പിന്നെ ഇതുമായിട്ട് ഞാൻ നേരത്തെ വന്നുകൂടായിരുന്നോടാ. എടാ കരിമാക്കാരെ സോഡയും കോപ്പൊക്കെ എടുത്തിട്ട് വാടാ. അതല്ലേ കൊണ്ടുവരുന്നത്. ചാപ്പാട് നടത്താണോടാ? ഞാനൊന്ന് ചൂടാക്കിയേക്കാം. എന്താ എന്നാ ഒന്ന് വേഗം നില്ല, ഒന്ന് ഓടിച്ചാടി നില്ലടാ. കൊച്ചു പിള്ളേരാ, അതുങ്ങളെ കണ്ണുകൊടുത്ത് ചീത്തയാക്കല്ലേ. ഞാനോ കൂടെ കൂടി ഇങ്ങനെ ആയി. വകുപ്പടിക്കാതെ വേണേ ഒന്നെടുത്ത് വലിച്ചോടാ മാക്കാൻ. ഞാൻ നിർത്തി. ആ ഈ കൂട്ടായിട്ട് ശരിയാവേലേ. എല്ലാം കൂടെ എടുത്തങ്ങ് അടിച്ച് അലമ്പാക്കരുത്. ഓർമ്മയുണ്ടല്ലേ? ഒരു അബദ്ധാർക്കും പറ്റരുത്. ആ വരണം വരണം. ഓരോ അപ്പറ്റൈസർ, അത് കഴിഞ്ഞ് ഭക്ഷണം. നിങ്ങൾ വഴിക്ക് വെച്ച് വല്ലതും കഴിച്ചോ? ഓരോ ബിയർ. ജോണിച്ചേ, ഇത് മൻസൂർ, നല്ലൊരു അത്ലറ്റാ. എന്താ ബോക്സിംഗ് ആണോ? അല്ല ക്രോസ് കൺട്രിയാ. ഷെല്ലി ഭേദപ്പെട്ടു പ്രേമിസ്റ്റ. അത് അയാളുടെ മെടുക്ക്, അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലേ ശരി. ജീവൻ, സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ? ജോണിച്ചേ, ഇത് ഐ ആം ജോണി വർഗീസ്. I am Menon, മധു മേനൻ. അയ്യോ, ആളെ കാണുന്നതിന് മുമ്പ് പേര് കേട്ടിരുന്ന ഞാൻ വേറെ വല്ലതും പ്രതീക്ഷിച്ചു പോരാ. വിഷ്ണു. വിഷ്ണു എവിടെ? എന്താ മഹാറി എന്ന് പറഞ്ഞത്? അവസാനം എൻട്രി ചെയ്യുന്ന ഒരു വെയിറ്റ് ആണെന്നാ? അതോ എന്റെ ലാത്തി ബോറടിച്ചിട്ടോ? എന്താ ഒന്നും മിണ്ടാത്ത? മിണ്ടില്ല ചായ. വിഷ്ണു സംസാരിക്കില്ല, സംസാരിക്കാനാവില്ല. എന്തി പിടിക്കുമ്പോഴാ അമ്മയുടെ മരണം കണ്ട ഷോക്കില്. ഐ എം സോറി. സോറി മോനെ, എനിക്കറിയാനില്ല. ബോബി കേക്കാവടാ? കേക്കാം. എല്ലാ നന്മയും കൊടുക്കുന്ന കർത്താവെ നീ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. വിഷ്ണു ആ കഴിയും. ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ജോണിച്ചാനോട് കൊതി തോന്നുന്നു. എന്തിനാ മോനെ? അല്ല ഈ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഇവിടെ മൊത്തത്തിൽ കൊള്ളാം. ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഒക്കെ പടത്തിലെ പോലെ. നിങ്ങൾ പടത്തിൽ കണ്ടിട്ടുള്ള ആ മണ്ണില് 16 വയസ്സ് വരെ ജീവിച്ചവനാ ഞാൻ. ഓർമ്മയിലുള്ള പോലെ ഇതൊക്കെ ഞാൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഒന്ന് അലക്കി പൊളിച്ചിട്ട് യവന്മാരെ പോകത്തുള്ളൂ എന്നാ. അതിനെന്താ, നമുക്ക് നേരത്തെ കളയാം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഹോളിഡേ. എന്താ പറയാ, കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുറെ ദിവസങ്ങൾ നിങ്ങൾക്ക് തരാൻ എന്റെ അതേ ഉള്ളൂ. ಸರ್, 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು. ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ? ನಿಮ್ದು ಲೈಸೆನ್ಸ್ ಅಲ್ಲಿ, RC ಬುಕ್ ಅಲ್ಲಿ, ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ. ಏನ್ ಮೀಟರ್ ಇದು? ಆ ಗಾಡಿ ಪೊಲೀಸ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು. ನನ್ನ ಸರ್ ಒಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡ್ಬೇಡ ಸರ್. ನಿನ್ ಪಾಕೆಟ್ ಅಲ್ಲಿ ಎಷ್ಟಿದು? ಏನ್ లేదు. ಸದಿಗೋ ಹೋ. ಏನ್ ಮಾಡ್ತೀವಿ ನೀವು? ಎಲ್ಲಿ ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಂತೀಯಾ? ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ? ഹലോ 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 അല്ല, പൈലോ, എക്സി പൈലോ. ഞാൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരം. അവിടെ പോലീസ് ഇല്ലേ, ലോ ആൻഡ് ഓർഡർ ഇല്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ, ട്രാഫിക് റൂൾസ് ഇല്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ, ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാൽ മതി. ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ അവിടെ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ? പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. ഇതെന്താ ഇത്? സർപ്രൈസ്? ഒന്നുമില്ല, അങ്ങനെ ഒന്ന് പോന്നേക്കാന്ന് വെച്ചു. നാളെ ഇവിടെ ടൗണിൽ ഇച്ചിരി പണിയുണ്ട്. പിന്നെ എന്നാ ഉണ്ടേ? എത്ര കാലം കൊണ്ട് വിളിക്കുന്നതാ, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലേ? എല്ലാവരും ഒത്തുവരണ്ടേ? എന്നാ കൊണ്ട് വിട്ടോ? അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ ഡോൺ എടുത്തിട്ടില്ല. നമുക്ക് ഹോസ്റ്റലിൽ പോകാം. കൊള്ളാം, നല്ല കലക്കം ക്യാമ്പസ്. ക്യാമ്പസ് ഒക്കെ കൊള്ളാം, പക്ഷെ പിള്ളേര് പിഴയാ. അതിപ്പോ ഒരു കോളേജ് ആകുമ്പോ അടിച്ചുകൂടി പാടി കിട്ടുന്നത്. ചോദിച്ച നല്ല ടൈമിനാ വന്നത്. നാളെ ഞങ്ങളുടെ ഹൗസസ് കോമ്പറ്റീഷനാ, വെസ്റ്റേൺ ഓർക്കസ്ട്ര. ഇവിടെ നമ്പർ 1 ആയാലും ഇന്റർ കോളേജ് സെലക്ഷൻ ഉണ്ട്. ഞങ്ങൾ സ്നാപ്പിന്റെ നമ്പറല്ലേ ജുംബാഹോ, അതാ കാച്ചുന്നത്. അത് കൊള്ളാമല്ലോ, മാരക നമ്പർ അല്ലേ? ആകെ ടെൻഷനാ, ലേഡീസുകാരെയാ പേടി. ചുമ്മാ വെച്ച് കയറുന്നു. അപ്പൊ എന്തായാലും അച്ഛാ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞാൽ വിടുന്നുള്ളൂ.
Sorry, pardon, please. I beg you, I'm getting mad. Sorry, please. Could you listen to me, please? Sorry, pardon. I cannot tolerate this. Sorry, pardon, please. Sorry, please. ഡ്രഗ് സമയത്തിന് കിട്ടാതാവുമ്പോ Oh my God! നിങ്ങളുടെ നീ എപ്പോ ഇടത്തോടെ കഴിഞ്ഞിട്ട് നടക്കുകയല്ല ചായ എന്നാ ഡ്രംസ് പ്ലേ ചെയ്യുന്ന ശല്യം അവൻ വരില്ലേ അതന്നെ ഫൈനൽ ടി സിക്കാരൻ സ്വാമിക്ക് കാശ് കൊടുത്തതാ അവനെ സ്വാമി ഹോസ്റ്റൽ റൂമിലിട്ട് പൂട്ടിയിരിക്കുക പുറത്തിറങ്ങിപ്പോയ കൈവട്ടുവെന്നാ ചേടാ ചെയ്ത്തായി പോയല്ലോ ഏതാണ് ഈ സ്വാമി ഇന്നലെ പറഞ്ഞില്ലേ ഈ ഡ്രഗ്സിന്റെ അല്ല അവന് പേടിയാ എല്ലാവർക്കും അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും ഓ എന്നാ പോപ്പാ ശല്യം പൊക്കൊണ്ട് പോരണോ സെലക്ഷൻ ഞങ്ങൾക്ക് ഷുവറാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിപ്പോ ചീറ്റിയില്ലേ കഷ്ടം. സ്നാപ്പിന്റെ ജുംബോവല്ലേ ഒരൊറ്റ തവണ റിഹേഴ്സൽ എടുക്കാൻ ടൈം കിട്ടുമോ ഡ്രംസ് ഞാനടിക്കാവുന്നേ അതെങ്ങനെയാ ചായ ഔട്ട് സൈഡിൽ കയറി പ്ലേ ചെയ്ത് അവർ സമ്മതിക്കത്തില്ല. നീ ചുമ്മാ ഇരിക്കടാ വകുപ്പുണ്ടെന്നേ ജോലിച്ചല്ലേ പറയുന്നേ ഡേയ്, വാ. വിട്ടോടാ, വിട്ടോ. എന്റെ മുറിയിൽ കൊണ്ടു അതെടുത്ത് മാറ്റണോ എന്റെ പൊന്നു സാറേ സത്യത്തെ അലമ്പുണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ താൻ ഇങ്ങോട്ട് മാറിയെന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് പാടോ ആര് പറഞ്ഞിട്ടോ താൻ ഈ സ്റ്റുഡൻസിന്റെ കൂടെ സ്റ്റേജിൽ കയറിയത് ആരും പറഞ്ഞിട്ടില്ല സിറ്റുവേഷൻ എങ്ങനെയാ ഞാനും കയറിയെന്നേ ഉള്ളൂ എന്ത് സിറ്റുവേഷൻ സാറേ ഡ്രംസ് വായിക്കുന്ന ഷെല്ലി എന്ന പയ്യനെ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിട്ട് പൂട്ടിരിക്കുക ആര് കൂട്ടിയത് ഷെല്ലിയെ സ്വാമി ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുക സാർ. അപ്പൊ പിന്നെ ഇവർ എന്നാ ചെയ്യാനാ സാറ് പറ ഞാൻ പിന്നെ മ്യൂസിക്കിന്റെ ഫീവറിലും കയറുകയും ചെയ്തു പിന്നെ ഈ പിള്ളേരായിട്ട് നിലമ്പോ ഞാൻ എങ്ങനെ സാറേ നോക്കി നിൽക്കുന്നത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളൊക്കെ പൊക്കോളി താൻ അവിടെ നിന്ന് താൻ ആ ഡ്രംസ് പ്ലേ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ആ തല്ലും അതൊരു അത്യാവശ്യമായിരുന്നു ആ തല തെറിച്ചവന്മാർക്ക് രണ്ട് കിട്ടേണ്ട കാലം കഴിഞ്ഞതാ തന്നെപ്പോലെ ഒരുത്തൻ ഈ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് നെഞ്ചു വിരിച്ച് നടന്നേനെ എനിവേ നൈസ് ടു മീറ്റ് യു ഐ എം കല്യാണരാമയ്യർ ജോണി വർഗീസ് ഈ കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് ഹലോ ജോണി വാക്കർ ഗുഡ് ഈവനിങ് ആ വന്നാട്ടെ സാറേ പോയില്ലേ അല്ലേ പോയെങ്കിൽ ഇവിടെ കാണുമായിരുന്നു ഏതാ വാക്കർ ഈ പിള്ളേര് സെറ്റ് എന്താ വിളിച്ച വാക്കർ ജോണി വാക്കർ ആ നല്ല പേര്. ജോണി ചളവാക്കിയല്ലോ എന്റെ സാറേ ഇനി ഇവന്മാരെ എന്നെ അതേ വിളിക്കൂ നല്ല വീശാണല്ലോ ഒരു വീർ വിടുന്നോ ഏയ് ബിയറൊക്കെ നിങ്ങൾ പിള്ളേർ കുറച്ച് വയറും നിർപ്പിച്ച് മുള്ളിക്കളയാൻ എനിക്ക് ഹോട്ട്സ് ആണ് ഇഷ്ടം അങ്ങനെ കൊച്ചാക്കാതെ സാറേ നമ്മളും ഹോട്ട്സിന്റെ ആളാ എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില് ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള് അയ്യോ ഇളനങ്ങനെ കൊച്ചാക്കണ്ട വാങ്ങിച്ചാ കാണിച്ചേരാ ശരി ഞാനിപ്പോ നല്ല ബീറിന്റെ പുറത്ത് നിൽക്കുക ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിളത്തെ അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും എന്നാ പറയുന്നു ചുമ്മാ ഡാവടിക്കാതെ വാക്കറേ വേണ്ട പന്തയം വെച്ചോ നിങ്ങൾ ജയിച്ച 50 ഫുൾ ജോണി വാക്കും വേണ്ട എനിക്ക് എന്റെ കാശിങ് എന്നാ മതി ശരി അപ്പൊ ഞാൻ ജയിച്ചാലോ ജയിച്ചാ ഒരു ഫുൾ ജോണി വാക്കർ ഓക്കെ ഓക്കെ ആ വെക്ക്
മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചേക്കണേ. അച്ഛാ പുള്ളി വീണില്ലേ? ഇനിയിപ്പോ എന്തിനാ? പോ, പോ, പോ. മതിയെന്ന്. അച്ഛൻ പറയുന്നത് കേക്ക്. Keep the balance as like വാ, it. വാ.